ലോക്സഭയിൽ തനിച്ച് 370 സീറ്റുകൾ, മുന്നണിയായി 400-ലേറെ സീറ്റ്. ഇങ്ങനെയൊരു ലക്ഷ്യം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് എന്തിനെന്ന് പല വ്യാഖ്യാനങ്ങളുണ്ടാകാം. പക്ഷേ അത് സാധ്യമല്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. വലിയ ലക്ഷ്യങ്ങൾ നൽകി പ്രവർത്തകരെ ത്രസിപ്പിക്കുന്നത് എപ്പോഴും മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ പതിവ് തന്ത്രമാണ്. പ്രധാനമായും ബി.ജെ.പിയുടെ ഉരുക്കുകോട്ടുകളിൽ 2-ലേറെ എംപിമാരുള്ള സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങൾ. ഇവിടെ മുഴുവൻ സീറ്റും ബി.ജെ.പിക്ക് സ്വന്തമാണ്. ഇവയിൽ ഗുജറാത്തും ഉത്തരാഖണ്ഡും ഈ നേട്ടം ആവർത്തിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും ബാക്കിയുള്ളവ ബി.ജെ.പിയെ തഴഞ്ഞ് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ഹിമാചലിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെയും നിയമസഭയിലെയും തോൽവികൾ ബി.ജെ.പിക്കേറ്റ കരിനിഴലാണ്. ഡൽഹിയിൽ എ.പി കോൺഗ്രസ് സഖ്യമാണ് ഭീഷണി. 2019-ൽ ബി.ജെ.പി നേടിയ 57% വോട്ടിനൊപ്പം അന്ന് തനിച്ച് മത്സരിച്ച ഈ പാർട്ടികളുടെ വോട്ട് വിഹിതം എത്തില്ല. എങ്കിലും കടുത്ത മത്സരം പ്രതീക്ഷിക്കാം. ഹരിയാനയിൽ മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിച്ചത് ബി.ജെ.പിക്ക് പറ്റിയൊരു അക്കിടി തന്നെ. കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിന് 100% നഷ്ടപ്പെട്ട 5 മുഖ്യ സംസ്ഥാനങ്ങളുണ്ട്: രാജസ്ഥാൻ, മധ്യപ്രദേശ്, കർണാടക, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവ. 2019-ൽ ആകെയുള്ള 25-ൽ 24 സീറ്റ് നേടിയ ബി.ജെ.പിക്ക് രാജസ്ഥാനിൽ ഹാട്രിക് വിജയം അകലെയല്ല. ഇവിടെ സഖ്യകക്ഷിയായ RLP ആണ് അവശേഷിച്ച ഏക സീറ്റ് നേടിയതെങ്കിലും ഇപ്പോൾ അവർ സഖ്യത്തിലില്ല എന്നത് ബി.ജെ.പിക്കുള്ള തിരിച്ചടിയാണ്. മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ നഷ്ടമായ ചിന്ദ്വാഡ ബി.ജെ.പിക്ക് എന്നും ഒരു വെല്ലുവിളിയാണ്. കമൽനാഥിന്റെ ആടിക്കളി മൂലം കോൺഗ്രസിനുള്ള തലവേദനയും ചില്ലറയല്ല. ഛത്തീസ്ഗഡിൽ 2 സീറ്റുകളാണ് നഷ്ടമായത്. ഭൂപേഷ് ബഘേലിനെ ഉൾപ്പെടെ ഇറക്കി കോൺഗ്രസ് ആഞ്ഞു പിടിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ അലയൊളികൾ കോൺഗ്രസിന് അനുകൂല ഫലം ഉണ്ടാക്കുവാനാണ് സാധ്യത. ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ബി.ജെ.പി കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രഹരം. കർണാടകയിൽ സംസ്ഥാന ഭരണം കോൺഗ്രസിനായതുകൊണ്ട് തന്നെ ബി.ജെ.പി കർണാടകയ്ക്കായി വെള്ളം കോരിയിട്ട് കാര്യവുമില്ല. ഉത്തർപ്രദേശിലാകട്ടെ 2019-ലെ അത്ര സീറ്റുകളിൽ ബി.ജെ.പിക്ക് മത്സരിക്കാനാവുകയുമില്ല. എസ്.പിയും കോൺഗ്രസും ഇക്കുറി സഖ്യത്തിലായതുകൊണ്ട് തന്നെ 80 സീറ്റുകളിൽ മുൻവർഷം നേടിയ 68 നിലനിർത്താൻ ബി.ജെ.പിക്ക് കഴിയില്ല. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ കളംമാറ്റങ്ങൾ വോട്ടർമാരെ മടുപ്പിച്ചിരിക്കുമോ എന്ന ഭയം ബി.ജെ.പിക്കുണ്ട്. പഞ്ചാബ് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സ്ഥലമാണ്. പഴയ ജമ്മു കാശ്മീരിൽ 3 സീറ്റ് നേടിയെങ്കിലും ലഡാക്കിൽ ഇക്കുറി എളുപ്പമാകില്ല. ഒഡീഷ, ബംഗാൾ എന്നീ കിഴക്കൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യയും കരിഞ്ഞാൽ മാത്രമേ 370 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലെത്താൻ ബി.ജെ.പിക്കാവൂ. അയോധ്യ കൊണ്ട് രാജ്യത്ത് വർഗീയതയുടെ വിത്തുപാകിയ ബി.ജെ.പിക്കെതിരെ ആഞ്ഞു വീശാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനങ്ങൾ ഓരോന്നും. ഒരു സീറ്റ് പോലും കൊടുക്കാതെ സമ്പൂർണ്ണ ബി.ജെ.പി സംഹാരം, അതാണ് ലക്ഷ്യം.